ഹായ്. ആക്ച്വലി ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്നലെയൊക്കെ നമ്മൾ പത്രങ്ങളിൽ ഒത്തിരി കണ്ട് ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഡിജിറ്റൽ കറൻസി അത് പ്രസിദ്ധീകരിച്ചത് കേരളത്തിൻ്റെ തന്നെ പ്രമുഖ പത്രങ്ങൾ തന്നെയാണ്. മനോരമ, മാതൃഭൂമി, പിന്നെ അതുപോലെ കേരള കൗമുദി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള പത്രങ്ങൾ തന്നെയാണ് ഈ ന്യൂസ് പ്രസിദ്ധീകരിച്ചത്. ശരിക്കും ഇത് ഒരു ന്യൂസ് ഫോമിലായിരുന്നു അത് വന്നിരുന്നത്. അത് ഉദ്ദേശിച്ചേക്കുന്നൊരു പ്രൈവറ്റ് പാർട്ടിയുടെ പരസ്യമാണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ, ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണ് അവിടെ അവർ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ അത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്കും നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ ഒരാളുടെ പേരും ഇതൊക്കെ മെൻഷൻ ചെയ്ത് കാണുമ്പം ഒബ്വിയസ്ലി എല്ലാവരും ഓർക്കുക അത് ഉള്ളതാണെന്നാണ്. ആ ന്യൂസ് വായിച്ച് നോക്കാൻ സമയമില്ലാത്തവർ ഓർക്കുക തീർന്നു, നോട്ട് നിരോധനമാണ്, ഡിജിറ്റൽ കറൻസി വരുവാണെന്നൊക്കെയാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പരസ്യമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പരസ്യത്തിൻ്റെ ആ രൂപത്തിനും ഭാവത്തിനും കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആളുകൾ അത്ര മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇതൊരു ന്യൂസ് എന്നുള്ള രീതിക്ക് വന്ന് ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യം. ആക്ച്വലി അങ്ങനത്തെ ഒരു ഡിജിറ്റൽ കറൻസി ഇപ്പോൾ നിലവിൽ വരുമോ, അതുപോലെ തന്നെ നോട്ട് നിരോധനം, ഡിജിറ്റൽ കറൻസി കംപ്ലീറ്റ്ലി നിലവിൽ വരുമോ, അതുപോലെ നോട്ട് നിരോധനം പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ പോകുന്നു, അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ബിസിനസ്സിന് അത് വൻ തിരിച്ചടി എന്നുള്ള രീതിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ ഒന്നും ഇപ്പോൾ റീസെൻ്റ്ലി നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഇതുവരെ 2050 എന്നുള്ളൊരു ഡെഡ് ലൈനൊക്കെ അവർ വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും റീസെൻ്റ്ലി ഇല്ല. അതുകൊണ്ട് ഫേക്ക് ന്യൂസ് മാക്സിമം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. മലയാളികൾ വായിക്കുന്ന ന്യൂസ് പേപ്പറുകളാണ് മലയാള മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, അങ്ങനെയുള്ള ന്യൂസ് പേപ്പേഴ്സ്. ഇവരൊക്കെ ഇങ്ങനൊരു ഫേക്ക് ന്യൂസ് അത് കുത്തിയിരുന്ന് വായിക്കുന്ന ആൾക്ക് മാത്രം മനസ്സിലാവുള്ളത് പരസ്യമാണെന്ന്. അതല്ലാതെ ഹെഡിങ് മാത്രം തിരക്കുള്ള ആളുകളാണ് അവർ. ഹെഡിങ് മാത്രം വായിച്ചു വിടുമ്പോഴത്തേക്കും ശരിക്കും കംപ്ലീറ്റ്ലി ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിക്കാണ് ന്യൂസ് കാര്യങ്ങൾ. ഫ്രണ്ട് പേജിലും മൊത്തം, അതായത് റോബോ മന്ത്രി അറ്റ് 1, പിന്നെ അതുപോലെ തന്നെ യുദ്ധമില്ല ലോകം, അതിരില്ല ലോകം, യുദ്ധമില്ല ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഡിജിറ്റൽ കറൻസിയുടെ കംപ്ലീറ്റ്ലി റിലേറ്റ് ചെയ്തിട്ട് എല്ലാം പരസ്യമാണെങ്കിൽ പരസ്യം എന്നുള്ള രീതിക്ക് കൊടുക്കുക. അതല്ലാതെ ഒരു ന്യൂസ് ഹെഡ്ലൈൻസ് എന്നുള്ള രീതിക്ക് ഇത് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും അത് ആളുകളിലേക്ക് ഒത്തിരി ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഫാൾസ് ഇൻഫർമേഷൻസ് ആളുകളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യാൻ കാരണമാകും. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒത്തിരി കണ്ടു, ബിസിനസ്സിനെ വൻ തിരിച്ചടി എന്നൊക്കെയുള്ള രീതിക്ക്. അങ്ങനെ ഒന്നും ഇപ്പോൾ റീസെൻ്റ്ലി നടക്കാൻ പോകുന്നില്ല. കംപ്ലീറ്റ്ലി നോട്ട് പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിരോധിച്ച് ഡിജിറ്റൽ കറൻസി വരിക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ന്യൂസ് പേപ്പേഴ്സിന് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, ലോകത്ത് എന്ത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നത് ന്യൂസ് പേപ്പേഴ്സ് ഒഴിവാക്കും. ഈ കാര്യം പേഴ്സണലി എന്നോടൊരാൾ പറഞ്ഞാൽ ഞാൻ ആക്ച്വലി അറിയുന്നത്. ഞാൻ പേപ്പർ വായിച്ചിട്ടല്ലായിരുന്നു ആദ്യം അറിഞ്ഞ ഡിജിറ്റൽ കറൻസി കംപ്ലീറ്റ്ലി വരുവാണ്, നോട്ട് നിരോധിക്കുകയാണ് എന്നുള്ള രീതിക്ക്. അയാളും ഹെഡിങ് മാത്രമേ വായിച്ചിട്ടുണ്ടായുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ വഴിയാണ് കൂടുതൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഞാനോർത്ത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് പോസിബിൾ ആവുകയെന്ന് കരുതിയിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, അതൊരു പരസ്യമാണ്. അപ്പോൾ അത് കുത്തിയിരുന്ന് വായിക്കാൻ മലയാളികൾക്ക് നേരെ ഇല്ല. അവരെല്ലാവരും തിരക്കിലാണ് അവരവരുടെ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ അണെത്തിക്കലായിട്ട് ചെയ്യുമ്പം അങ്ങനെ കാശുണ്ടാക്കിയിട്ട് എന്താ കാര്യമെന്ന് എനിക്ക് ഈ യൂണിവേഴ്സിറ്റി ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ പത്രങ്ങൾ ചെയ്യുന്നതും, മലയാള മനോരമയും മാതൃഭൂമിയും കൗമുദി, അവരൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ മിസ്ലീഡ് ചെയ്തിട്ട് കച്ചവടം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ പത്രങ്ങൾ നിർത്തിക്കൊണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ നഷ്ടമാണ്. അപ്പോൾ മാക്സിമം ശരിയായിട്ടുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഒരു പരസ്യം എന്നുള്ള ഔട്ട്ലൈനോട് കൂടി അങ്ങനെയുള്ള ഇത് കൊടുക്കാൻ ശ്രമിക്കുക.